തൂക്കുകയർ കൊടുക്കേണ്ടിടത്ത് ബീഫും മട്ടനും വിളമ്പിയാൽ ഇങ്ങനെയിരിക്കും. ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയെന്ന വിവരങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തുവന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവിന് ശിക്ഷ അനുഭവിക്കുകയായിരുന്നു ഗോവിന്ദച്ചാമി. ഇതിനിടെയാണ് ജയിൽ ചാടിയത്. രാവിലെ സെൽ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഇയാൾ രക്ഷപ്പെട്ട വിവരം അധികൃതർ അറിയുന്നത്. ജയിൽ അധികൃതർ കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം വരെ ഇയാളെ ജയിലിനകത്ത് കണ്ടിരുന്നു. ഇയാളുടെ വധശിക്ഷ നേരത്തെ സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ഒരൊറ്റക്കൈന് വളരെ ലളിതമായി ഇത്തരത്തിൽ ജയിൽ ചാടാമെങ്കിൽ നമ്മുടെ ജയിൽ സുരക്ഷ എന്താണ് എന്നത് ഇവിടെ ചോദ്യമാകുന്നു. നമ്മുടെ ജയിലുകളിൽ എന്താണ് നടക്കുന്നത്? നമ്മുടെ നിയമം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ പോലീസുകാർ എന്താണ് ചെയ്യുന്നത്? ഇവിടുത്തെ നിയമം കുറ്റവാളികളെ തീറ്റിപ്പോറ്റാനുള്ളതാണ്. അതാണ് ഓരോ കൊലപാതക പരമ്പര കഴിയുമ്പോഴും വീണ്ടും വീണ്ടും കൊല്ലാനും ആക്രമിക്കാനും ആളുകളെ പ്രേരിപ്പിക്കുന്നത്. സൗമ്യ എന്ന നിഷ്കളങ്കയായ പെണ്ണിനെ ട്രെയിനിലെ ലേഡീസ് കോച്ചിൽ വെച്ച് മൃഗീയമായി കൊന്നൊടുക്കിയ ഗോവിന്ദച്ചാമിയുടെ അരോഗദൃഢഗാത്രമായ ഫോട്ടോകൾ മാധ്യമങ്ങൾ ആഘോഷിച്ചതാണ്. നമുക്കറിയാം, മെലിഞ്ഞുണങ്ങിയ ഗോവിന്ദച്ചാമി കോടതിയിൽ വാദത്തിനെത്തുമ്പോൾ തടിച്ചു കൊഴുത്തിരുന്ന കാഴ്ചകളാണ് കണ്ടത്.